നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചത് ജലനിരപ്പ് 2372.58 അടി പിന്നിട്ടതോടെ ഇടുക്കി ഡാമിലെ പരമാവധി സംഭരണശേഷി 2403 അടി. മൂന്നാറിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് ഒരാൾ മരിച്ചു. കട്ടപ്പനയിൽ അനുവദിച്ച ESI ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ പുനരാരംഭിച്ചതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. 150 കോടി രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ മുൻപ് പൂർത്തീകരിച്ചിരുന്നു. വീണ്ടും ടെൻഡർ നടപടികൾ നടത്താൻ കാരണം കരാറെടുത്ത കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സ്വത്ത് തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠനെയും ഭാര്യയെയും സഹോദരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആക്രമണം നടത്തിയ ആളുടെ വീട്ടിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത തോക്ക് കണ്ടെത്തി. തോക്ക് കണ്ടെത്തിയത് സേനാപതി വട്ടപ്പാറ സ്വദേശി വലിയപറമ്പിൽ ബിനോയിയുടെ വീട്ടിൽ നിന്ന്. ഓണത്തിന് മുന്നോടിയായുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. പരിശോധന ആരംഭിച്ചിരിക്കുന്നത് കുമളി വണ്ടിപ്പെരിയാർ അതിർത്തി മേഖലയിലൂടെ അധികമായി ലഹരി പദാർത്ഥങ്ങൾ കടത്താനുള്ള സാധ്യത കണക്കിലെടുത്ത്. വീട്ടിൽ സൂക്ഷിച്ച 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ. വിശദമായ വാർത്തകൾ. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. ജലനിരപ്പ് 2372.58 അടി പിന്നിട്ടതോടെയാണ് ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചത്. 2403 അടിയാണ് ഇടുക്കി ഡാമിലെ പരമാവധി സംഭരണശേഷി. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2373.30 അടിയാണ്. സംഭരണശേഷിയുടെ 67.21% വെള്ളം ഇടുക്കിയിലുണ്ട്. നിലവിൽ റൂൾ കർവ് ലെവൽ 2380.58 അടിയാണ്. ജലനിരപ്പ് 2379.58 അടിയായാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കും. ഓറഞ്ച് അലേർട്ട് ലെവൽ 2378.58 ആണ്. മൂന്നാറിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട ഒരാൾ മരിച്ചു. മിനിലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണാണ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ചിത്രപുരം സൗത്തിൽ താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. മൂന്നാർ ദേവികുളം റോഡിൽ പഴയ ഗവൺമെന്റ് ആർട്സ് കോളേജിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. റോഡിന് മുകളിൽ നിന്നും മണ്ണ് താഴേക്ക് ഇടിഞ്ഞെത്തുകയായിരുന്നു. ഈ സമയം ഇതുവഴി സഞ്ചരിച്ച തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം ഓടിച്ചിരുന്ന ചിത്തിരപുരം സൗത്തിൽ താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശനാണ് മരിച്ചത്. മണ്ണിടിഞ്ഞ് ലോറിക്ക് മുകളിലേക്ക് വീണതിനെ തുടർന്ന് ലോറി ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഭാഗത്തുള്ള താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. 2018 വൻ മലയിടിച്ചിലുണ്ടായ ഭാഗത്താണ് വീണ്ടും മണ്ണിടിഞ്ഞത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ 2 പേർ ഉണ്ടായിരുന്നു. സംഭവശേഷം വാഹനത്തിൽ നിന്നും രക്ഷപ്പെട്ട പുറത്തിറങ്ങിയയാൾ വിവരം അറിയിച്ചതോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. நாங்கள் வண்டியில் உள்ள ஹெல்ப்பர் சொல்லி தான் போனோம். வீட்டிலேருந்து நானும் என் மாப்பிள்ளையும் தான் போனோம். போய் அப்போ ஃபயர் சர்வீஸில் தேடிட்டு இருந்தாங்க. இந்த மாதிரி மண் இடிஞ்சிருக்கு, ஏதாச்சும் டேமேஜ் இது இருக்கான்னு பார்த்துக்கிட்டு இருந்தாங்க. அப்போ தான் நாங்கள் உள்ளே போய், சார் இந்த மாதிரி எங்கள் வண்டி ஒன்று உள்ளே போயிருக்கு சார், அப்போ அதை ஒன்று பார்க்கணும் அப்படின்னு சொன்னோடனே டார்ச் எடுத்துகிட்டு போய் கீழே பார்த்தோம். கீழே வண்டி லைட்டு எரிஞ்சுக்கிட்டு இருந்துச்சு. அப்போ நான் நம்ம மூணார் அந்த ஆம்புலன்ஸ் பையங்க பின்ன ஃபயர் சர்வீஸ்காரங்க எல்லாம் சேர்ந்து தான் போயிட்டு வந்தோம். போயிட்டு வரும்போது இப்போ CPR வாய் வச்சு ஊதெல்லாம் செஞ்சோம். ആശുപത്രി കൊണ്ടുവരയില് ഇറന്നിട്ടാറുണ്ടാங்க. ഉടൻ പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും എത്തി ഗണേശനെ പുറത്തെടുത്ത് മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത 85ന്റെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. വലിയ തോതിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞെത്തിയിട്ടുള്ള സ്ഥിതിയാണുള്ളത്. പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. 2018 വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതിന് ഏതാനും ദൂരമകലെയാണ് വീണ്ടും വലിയ തോതിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. 2018 പ്രളയകാലത്താണ് മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്ന ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതിന് ഏതാനും ദൂരമകലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. വലിയ തോതിൽ മണ്ണും കല്ലുമിടിഞ്ഞ് റോഡിലേക്കും റോഡിൽ നിന്ന് താഴ്ഭാഗത്തേക്കും പതിച്ചിട്ടുള്ള സ്ഥിതിയുണ്ട്. മണ്ണിടിച്ചിലുണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതായി അധികൃതർ പറഞ്ഞു. ഇന്നത്തെ റോഡ് ഇപ്പോൾ ഈ കാണുന്നതിൽ അത്രയും മണ്ണുണ്ടായിരുന്നില്ല, പക്ഷേ നല്ലതുപോലെ വരുന്നു. ആ സമയത്ത് മുകളിൽ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം ഇവിടെ നിൽക്കേണ്ട, കൂടുതൽ പ്രവർത്തിക്കേണ്ട, ആ സമയം മണ്ണ് മാറ്റണ്ട എന്നുള്ളൊരു ഇതിൽ എത്തുമായിരുന്നു. മണ്ണ് വീണ്ടും ഇടിഞ്ഞെന്നാൽ അപകടമായിരിക്കും രക്ഷാപ്രവർത്തകർക്ക്.
അപ്പോഴാണ് ഇങ്ങനെ താഴെ ഒരു വണ്ടി പോയിട്ടുണ്ടെന്നും ഒരാളുണ്ടെന്നും അറിഞ്ഞിട്ട് നമ്മൾ താഴെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 407 വണ്ടി താഴെ കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടിക്ക് തൊട്ട് മുമ്പിലായിട്ട് ഒരു 10-15 മീറ്റർ മുമ്പായിട്ട് ഒരു പാറയിൽ തലയിടിച്ചിട്ട് വണ്ടിയുടെ ഡ്രൈവർ കിടന്നു. അതിനടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഈ വണ്ടിയിൽ 2 പേരല്ലേ ഉണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. അതിലൊരാൾ ആണ് താഴേക്ക് ഇറങ്ങിപ്പോയി എന്നും അയാളാണ് അപകടം നടന്ന വിവരം മറ്റുള്ളവരെ അറിയിച്ചതെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇയാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. നമ്മൾ അവിടെയൊക്കെ സെർച്ച് ചെയ്തു, 2 പേരുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് കാരണം അവിടെ സെർച്ച് ചെയ്തിരുന്നു. സെർച്ച് ചെയ്തിട്ട് പിന്നീട് നമ്മൾ എത്തുമ്പോഴാണ് അറിഞ്ഞത് അയാൾ രക്ഷപ്പെട്ടുവെന്നും അയാളാണ് ഇങ്ങനെ അപകടം നടന്ന വിവരം മറ്റുള്ളവരെ അറിയിച്ചത് അറിയാൻ കഴിഞ്ഞത്. വേറെ വാഹനങ്ങളുണ്ടോന്നുള്ള പരിശോധന നോക്കിയായിരുന്നു. ഇന്ന് രാത്രിയിലെ അവസ്ഥയിൽ നമുക്ക് താഴേക്കൊന്നും വേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിലിൽ അകപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നയാൾ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ വേറെ വാഹനങ്ങളോ ആളുകളോ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിട്ടില്ല എന്ന ഉറപ്പുവരുത്തുന്ന കാര്യത്തിലാണ് ഫയർഫോഴ്സ് അടക്കം ആദ്യഘട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇതിനുശേഷമാകും വലിയ തോതിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുക. മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും മഴ വീണ്ടും ശക്തിപ്പെട്ടാൽ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത രൂപം കൊള്ളുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ദേവികുളം ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രിയാത്ര കഴിഞ്ഞ ദിവസം നിരോധിച്ചിരുന്നു. പകൽ ഈ മേഖലയിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിനും നിയന്ത്രണമുണ്ട്. ബൈസൺ വാലി നെല്ലിക്കാട് ഭാഗത്ത് കാൽവഴുതി തോട്ടിൽ വീണ അതിഥി തൊഴിലാളി മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി രാജു സാഹു ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നതിനിടയിൽ കാൽവഴുതി തോട്ടിൽ വീഴുകയായിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം ലഭിച്ചത്. ഷാലറ്റ് എന്നയാളുടെ ഏലത്തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു മരിച്ച രാജു. രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കട്ടപ്പനയിൽ അനുവദിച്ച ESI ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ പുനരാരംഭിച്ചതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. 150 കോടി രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ മുൻപ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ കരാറെടുത്ത കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് വീണ്ടും ടെൻഡർ നടപടികൾ നടത്താൻ കാരണം. 2024 മാർച്ചിൽ 150 കോടി രൂപ വകയിരുത്തി ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ കരാറെടുത്ത കമ്പനിയെ മുൻകാല പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് റീടെൻഡർ നടത്തേണ്ടി വന്നത്. ഈ മാസം 24-നാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയത്. അടുത്ത മാസം 25-ാം തീയതി ഉച്ചയ്ക്ക് 12 വരെ ടെൻഡർ സ്വീകരിക്കും. 26-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ടെൻഡർ തുറക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ നൽകിയ ഒരു പദ്ധതിയാണ് കട്ടപ്പനയിലെ 100 ബെഡ് ESI ആശുപത്രി. ഇത് സംബന്ധിച്ച് 2023 നമുക്ക് ഭരണാനുമതി ലഭിച്ചതാണ്. 2024 മാർച്ച് മാസത്തിൽ തന്നെ ഇതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും 150 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തതാണ്. ദൗർഭാഗ്യവശാൽ അന്ന് ടെൻഡർ നേടിയ കമ്പനി കരിമ്പട്ടികയിലാകുകയും ടെൻഡർ നേടിയെങ്കിലും ESI കേന്ദ്ര കോർപ്പറേഷൻ ആ ടെൻഡർ അംഗീകരിക്കാതെ അവരെ അയോഗ്യരാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അന്ന് ടെൻഡർ നേടിയ കമ്പനിയുടെ പൂർവ്വകാല ചരിത്രം വെച്ചുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടിലേക്ക് ESI കോർപ്പറേഷൻ പോയത്. അത് നമുക്ക് തിരിച്ചടിയാവുകയും ടെൻഡർ വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. എത്രയും പെട്ടെന്ന് റീടെൻഡർ നടപടികൾ നടത്തി പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്ന് MP എന്നുള്ള നിലയിൽ ആ ഘട്ടം മുതലേ ആവശ്യമുന്നയിക്കുകയും കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ മൻസൂഖ് മണ്ഡവ്യ, അതോടൊപ്പം തന്നെ ESI കോർപ്പറേഷൻ്റെ ഡയറക്ടർ ജനറലായിട്ടുള്ള അശോക് കുമാർ സിംഗ് IAS ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലുമെല്ലാം നിരവധിയായ ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഫലമായി റീടെൻഡറിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 24-ാം തീയതി വീണ്ടും ടെൻഡർ നടപടികൾ ക്ഷണിക്കുകയുണ്ടായി. ഇനി അയോഗ്യരായിട്ടുള്ള കമ്പനികൾ അവർക്ക് ടെൻഡറിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അതിനുള്ള പ്രത്യേകമായ വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടെൻഡർ ഏറ്റെടുക്കുന്ന കമ്പനികൾക്ക് പൂർണ്ണമായ തോതിൽ വർക്കുകൾ പൂർത്തീകരിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടെ ടെൻഡർ വ്യവസ്ഥയിൽ ഉള്ളതാണ്. 150 കോടി രൂപ തന്നെയാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആദ്യഘട്ടത്തിലായി ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. 100 ബെഡുകളുള്ള ആശുപത്രിക്കും സ്റ്റാഫ് ക്വാർട്ടേഴ്സിനുമായി 150 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ കട്ടപ്പന നഗരസഭ വാഴവര നിർമ്മല സിറ്റിയിൽ അനുവദിച്ച സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠനെയും ഭാര്യയെയും സഹോദരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ
ആക്രമണം നടത്തിയ ആളുടെ വീട്ടിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത തോക്ക് കണ്ടെത്തി. സേനാപതി വട്ടപ്പാറ സ്വദേശി വലിയപറമ്പിൽ ബിനോയിയുടെ വീട്ടിൽ നിന്നുമാണ് തോക്ക് കണ്ടെത്തിയത്. തോക്ക് എന്ത് ആവശ്യത്തിനായാണ് വാങ്ങിയതെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തും. കഴിഞ്ഞ ദിവസമാണ് ബിനോയ് സണ്ണിയെയും ഭാര്യ സിനിയെയും ചെമ്മണ്ണാറിലെ ഇവരുടെ വീട്ടിലെത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം ഇവിടെ നിന്നും പോയ ബിനോയിയെ വട്ടപ്പാറയിലെ വീട്ടിൽ നിന്നുമാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത്. ഈ സമയത്താണ് തോക്കും കണ്ടെടുത്തത്. തോക്ക് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും എന്താവശ്യത്തിനാണ് വാങ്ങിയതെന്നും സംബന്ധിച്ചും ബിനോയ് വ്യക്തമാക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി ബിനോയിയെ കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നും ഉടുമ്പൻചോല പോലീസ് അറിയിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ സണ്ണിയും ഭാര്യ സിനിയും ചികിത്സയിൽ തുടരുകയാണ്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഓണത്തിന് മുന്നോടിയായുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കി വണ്ടിപ്പെരിയാർ എക്സൈസ് ഉദ്യോഗസ്ഥർ. കുമളി വണ്ടിപ്പെരിയാർ അതിർത്തി മേഖലയിലൂടെ അധികമായി ലഹരി പദാർത്ഥങ്ങൾ കടത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഓണത്തിന് മുൻപ് തന്നെ ലഹരി പദാർത്ഥങ്ങൾ തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കടത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് സ്പെഷ്യൽ ഡ്രൈവിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാം കെയുസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. ദീർഘദൂര ബസ്സുകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവയിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ബസ് യാത്രക്കാരുടെ പക്കൽ നിന്നും നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തതിനെ തുടർന്ന് ഇവരിൽ നിന്നും പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. വീട്ടിൽ സൂക്ഷിച്ച 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. ലക്ഷ്മി എസ് വളവ് കോളനി സ്വദേശി അജീഷാണ് പിടിയിലായത്. ഇയാൾ താമസിച്ചു വരുന്ന വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുത്തത്. വീട്ടിൽ സൂക്ഷിച്ച 1.5 കിലോയോളം കഞ്ചാവാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. ലക്ഷ്മി എസ് വളവ് കോളനി സ്വദേശിയായ അജീഷ് കല്ലാർ മാങ്കുളം കവല ഭാഗത്താണ് താമസിച്ചു വന്നിരുന്നത്. കല്ലാർ മാങ്കുളം കവല ഭാഗത്ത് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് അജീഷ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കല്ലാർ, മാങ്കുളം, മൂന്നാർ മേഖലകളിൽ വിൽപ്പന നടത്തുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചു വരികയാണ് പ്രതി പിടിയിലായതെന്നാണ് നാർക്കോട്ടിക് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ദിലീപ് എൻ കെ, ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർ അബ്ദുൾ ലത്തീഫ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിസ്മയ മുരളി എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അണക്കര ചെല്ലാർകോവിൽ കുരുവിക്കാട്ടുപാറയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മയിലാടുംപാറ സ്വദേശി അനന്തു കെയറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവതി വെള്ളത്തിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇവരെ പോലീസ് എത്തി രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. അനന്തുവിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായ യുവതി സമീപത്തെ തോട്ടിൽ വാഹനം കഴുകിക്കൊണ്ടിരുന്ന ആളുകളോട് വിവരം വിളിച്ചു പറഞ്ഞ ശേഷം വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ച ശേഷം വണ്ടൻമേട് പോലീസ് എത്തി യുവതിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദ്യം അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കട്ടപ്പനയിലെ ആശുപത്രിയിലേക്കും മാറ്റി. ഇവരുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്നാണ് വിവരം. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. അനന്തുവിന്റെ മൃതദേഹം പോലീസിന്റെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം രാത്രി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വണ്ടൻമേട് പോലീസ് സംഭവത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു. മയിലാടുംപാറ കുറ്റിക്കാട്ടിൽ രവീന്ദ്രന്റെയും ഗിരിജയുടെയും മകനാണ് അനന്തോ. സുകന്യയാണ് ഭാര്യ. ഇവർക്ക് 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്. കനത്ത മഴയെ തുടർന്ന് മൂന്നാർ ടൗണിൽ മണ്ണിടിഞ്ഞ് വഴിയോര കടകൾ തകർന്നു. ടൗണിൽ ആറോ ജംഗ്ഷന് സമീപത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിട്ട ഇടിഞ്ഞു വീണതിനെ തുടർന്ന് 3 വഴിയോര കടകൾ തകർന്നു. കടകളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് പുതിയ മൂന്നാർ ടൗണിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. റോഡിന് മുകൾ ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞ് വഴിയോരത്തുള്ള പെട്ടിക്കടകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. സംഭവത്തിൽ 3 വഴിയോര കടകൾ തകർന്നു.
പെരിയവര സ്വദേശി രാമസ്വാമി, മൂന്നാർ MG നഗർ സ്വദേശികളായ ഗണേശൻ, നാഗരാജ് എന്നിവരുടെ കടകളാണ് തകർന്നത്. KDSP ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. 50 അടിയോളം ഉയരമുള്ള മൺതിട്ട ഇടിഞ്ഞാണ് കടകൾക്ക് മുകളിൽ പതിച്ചത്. കടകൾ നേരത്തെ അടച്ചതിനാൽ ആളപായമുണ്ടായില്ല. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ആറോ ജംഗ്ഷനിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ ബൈപ്പാസ് റോഡ് വഴി തിരിച്ചുവിട്ടു. പിന്നീട് യന്ത്രസഹായത്തോടെയും മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശി വള്ളിയമ്മയുടെ വീടിന്റെ ഒരു വശത്തെ ഭിത്തി പൂർണ്ണമായും തകർന്നു. ഭിത്തി തകർന്നതോടെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അടക്കമുള്ള 3 കുടുംബം അയൽവീട്ടിലാണ് കഴിഞ്ഞുകൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം നടന്നത്. ശബ്ദം കേട്ട് കുടുംബാംഗങ്ങൾ നോക്കിയപ്പോൾ വീടിന്റെ ഭിത്തി തകർന്ന നിലയിലായിരുന്നു. ബാക്കിയുള്ള ഭിത്തി അപകടാവസ്ഥയിലായ സാഹചര്യത്തിൽ ഇവർ അയൽവീട്ടിൽ അഭയം തേടി. രാത്രി பிள்ளை நானும் இருந்தோம். இருக்கும்போது அந்த இடம் வந்து டமார்னு கீழே விழுந்துட்டு பயந்து போய் தான் அப்படி என்னடா செய்ய நம்ம இப்படி போயிட்டே அப்படின்னு சொல்லி சங்கடப்பட்டுக்கிட்டு நாங்கள் மழைக்கலையும் தண்ணிக்கலையும் நாங்கள் என்ன செய்ய முடியும் அந்த வீட்டுகளை தான் போயிருந்தோம். ലൈഫ് ഭവന പദ്ധതിയിലും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലുമെല്ലാം കുടുംബമുണ്ടെങ്കിലും ഇവർക്ക് ഇതുവരെ വീട് ലഭ്യമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അപകടാവസ്ഥയിലായി വീട്ടിൽ ഇവർ കഴിഞ്ഞുകൂടിയിരുന്നത്. நேற்று ராத்திரி இந்த வீடு நம்ம வீடு தான். அந்த சைடு மொத்தம் சரிஞ்சு கீழே அந்த செவரோட கீழே பின்னாடி போயிடுச்சு. 10ஆம் கிளாஸ் படிக்கிற ஒரு பொண்ணு, என்னோட பொண்ணு, அம்மா, நாங்கள் 3 பேர் தான் அந்த வீட்டில் இருக்கோம். பழைய வீடு தான் இது. 50 வருஷத்துக்கு மேலே பழக்கம் உள்ளது. லைஃப்லையும் PM பദ്ധதியிலையும் வீடு ஆயிருக்குன்னு சொன்னாங்க. அது வரைக்கும் ஆகலை. 2 மாதத்துக்கு முன்னாடி சொன்னாங்க. ഇതുവരെയ്ക്ക് എതുമേ അത് ഇതാകണം. വീടിന്റെ ഭിത്തി തകർന്നതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം. അധികൃതർ ഇടപെട്ട് അടിയന്തരമായി ഇവർക്ക് അടച്ചുറപ്പുള്ള വീട് ലഭ്യമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ. കൊന്നത്തടി പഞ്ചായത്തിലെ കമ്പളിക്കണ്ടം കല്ലത്ത് ജോയിയുടെ വീടാണ് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് അപകടാവസ്ഥയിൽ ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് കമ്പളികണ്ടം സ്വദേശിയായ കല്ലത്ത് ജോയിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. വീടിന്റെ താഴെയായി റോഡരികിലുണ്ടായിരുന്ന കണ്ണാടിപ്പാറ ശ്രീ ഉമാമഹേശ്വര മഹാഭദ്രകാളി ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയും മണ്ണിടിച്ചിലിൽ പൂർണ്ണമായി തകർന്നു. വീടിനോട് ചേർന്നുള്ള തൊഴുത്തും വാട്ടർ ടാങ്കും സ്ഥിതി ചെയ്യുന്ന ഭാഗം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണെന്ന് ജോയി പറയുന്നു. വീടിന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നു. ആ മണ്ണ് വന്ന് കണ്ണാടിപ്പാറ ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ കാണിക്കാവഞ്ചി ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് റോഡിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ബാക്കിയുള്ളവരും വിണ്ടുകീരി ഏത് സമയത്തും താഴേക്ക് പോരാൻ വേണ്ടി തിരിക്കുകയാണ്. അധികാരികൾ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇവിടെ ഒരു സംരക്ഷണത്തിൽ നിർമ്മിച്ച് നൽകി വീടിനും എൻ്റെ കാലിത്തൊഴുത്തിനും സംരക്ഷണം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാലവർഷം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ഉയരത്തിലാണ് ഈ വീടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ അവസ്ഥ ഇനി നാളേക്ക് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അധികൃതർ സ്ഥലം സന്ദർശിച്ച് സംരക്ഷണ ഭിത്തി കെട്ടി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫോർ അന്ന ഫോർ ഓൾ ആൻഡ് ഓഫീസ് വെൽനസ് മൂവ്മെന്റിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനവും പബ്ലിക് കൺസൾട്ടേഷൻ പ്രോഗ്രാമും കട്ടപ്പനയിൽ നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പൂനെയിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന കൊച്ചി സ്വദേശിനി അന്ന അമിത ജോലിഭാരം കാരണം മരണപ്പെട്ടിരുന്നു. അന്നയുടെ മരണം കോർപ്പറേറ്റ് കമ്പനികളിലെ ജോലിഭാരവും ജീവനക്കാരിലെ മാനസികാഘാതവും സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് കാരണമായി. ഇനിയൊരു അന്ന ആവർത്തിക്കാതിരിക്കാൻ പ്രൊഫഷണൽ കോൺഗ്രസ് കേരള ഘടകം നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത്. ഡീൻ കുര്യാക്കോസ് MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ എല്ലാ പരിശ്രമവും നമ്മുടെ ജില്ലയിൽ പ്രൊഫഷണലുകളായി ഓരോ മേഖലയിൽ ആയിരിക്കുന്ന ആളുകളെ ഈ സംഘടനയിലേക്ക് ആകർഷിക്കുവാനും അതിലൂടെ നമ്മുടെ മാതൃപ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലപാടുകളെ എല്ലാ മേഖലയിലേക്കും കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള വിശാലമായ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഉദ്ദേശിക്കുക. ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരവരെ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ വിവിധ പ്രൊഫഷനുകളിൽ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി തന്നെ ജോലി ഭാരമില്ലാതെ, മനസ്സിന് ഭാരമില്ലാതെ
തങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്ന തരത്തിൽ അതുവഴി സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ വലിയ തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ ഈ ഒരു ക്യാമ്പയിനിങ്ങിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് ബാലൻ യോഗത്തിൽ വിഷയാവതരണം നടത്തി. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ, പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, സെക്രട്ടറി ഫെലിക്സ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഓഫീസ് വെൽനസ് പബ്ലിക് കൺസൾട്ടേഷൻ പ്രോഗ്രാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിതിൻ ലാലച്ചൻ, ഡോക്ടർ മെറിൻ പൗലോസ്, സോബൻ ജോർജ്, സാബു എം ഈപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്ന രോഗികളെയും ആശുപത്രി അധികൃതരെയും ബുദ്ധിമുട്ടിലാക്കി കന്നുകാലികൾ. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ ആശുപത്രി പരിസരത്ത് പ്രവേശിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ യാത്രക്കാർക്കുൾപ്പെടെ പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. ഇതിനു പുറമെയാണിപ്പോൾ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലടക്കം കന്നുകാലികൾ രോഗികളെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നത്. രോഗികൾ OP ടിക്കറ്റ് എടുക്കാനെത്തുന്ന ഭാഗത്ത് വരെ കന്നുകാലികൾ എത്താറുണ്ട്. ആശുപത്രിക്ക് ഗേറ്റോ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാത്തതിനാൽ റോഡിലൂടെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കുന്നത് പതിവാണ്. വിഷയം നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ദേശീയപാതയിലൂടെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ വാഹനമിടിക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊടുപുഴ DD ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപക് സമരം ഉദ്ഘാടനം ചെയ്തു. KPST ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോബിൻ കളത്തിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, VK ആഡ്ലി, ജില്ലാ സെക്രട്ടറി സുനിൽ T. തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പുളിയന്മല പളിയക്കുടിയിൽ ഊരുത്സവം സംഘടിപ്പിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഊരുത്സവം സംഘടിപ്പിക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗോത്രതനിമയും സംസ്കാരവും പ്രതിഫലിക്കുന്ന ജനകീയോത്സവമായി ഊരുത്സവം സംസ്ഥാനത്തെ എല്ലാ ഉന്നതികളിലും നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഉന്നതികളിലെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യൽ, മുതിർന്നവരെ ആദരിക്കൽ തുടങ്ങിയവ ഊരുത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കട്ടപ്പന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ശിവലിംഗ പളിയക്കുടി അങ്കണവാടിയിൽ വെച്ച പ്രത്യേക ഊരുകൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഊരുത്സവം സംഘടിപ്പിച്ചത്. ഊരുത്സവം വാർഡ് കൗൺസിലർ സുധർമ്മ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഊരുമൂപ്പൻ പാലസ്വാമി അധ്യക്ഷനായിരുന്നു. പ്രൊമോട്ടർ ദിവ്യ S, പൊതുപ്രവർത്തകനായ ശങ്കർ, CDS മെമ്പർ സുനില വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർ രജിത മഴക്കാലപൂർവ്വ രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. യോഗത്തിൽ ഉന്നതിയിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കായകൽപ്പ പുരസ്കാരം ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്കും ലഭിച്ചു. ഈ വർഷം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ NABH എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനും ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചിരുന്നു. 91.25% പോയിന്റ് നേടി ജില്ലയിൽ രണ്ടാം സ്ഥാനവും കമ്പൻസേഷൻ അവാർഡായി 30,000 രൂപയും നേടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ആയുഷ് കായകൽപ്പ അവാർഡിന് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി അർഹമായത്. 87.9% സ്കോർ നേടി ജില്ലയിൽ മൂന്നാം സ്ഥാനം ലഭിച്ച ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഇത് രണ്ടാം തവണയാണ് കായകൽപ്പ അവാർഡിന് അർഹമാകുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കായി 50,000 രൂപ കമ്പൻസേഷൻ അവാർഡായും ലഭിക്കും. നമ്മുടെ ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ കായകൽപ്പ അവാർഡ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സംസ്ഥാനത്ത് ആദ്യമായിട്ട് നമ്മുടെ ഡിസ്പെൻസറിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനമാണ്. എങ്കിലും ഒരു സ്ഥാനവും രണ്ടാം സ്ഥാനമായിട്ട് വലിയ വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതിലേറെ അഭിനന്ദനീയമാണ്. സ്റ്റാഫ്, അതുപോലെ ഡോക്ടർ സ്റ്റാഫ്, പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ സ്ഥാനം നേടാൻ സാധിച്ചത്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനവും അറിയിച്ചുകൊള്ളു. ആശുപത്രികളിലെ മാലിന്യ പരിപാലനം, ശുചിത്വം, അണുബാധ നിയന്ത്രണം, രോഗീ പരിചരണം, മറ്റ് സേവന പശ്ചാത്തല സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ മികവ് പരിഗണിച്ചാണ് സംസ്ഥാനതല കായകൽപ്പ കമ്മിറ്റി അവാർഡ് നിർണ്ണയിക്കുന്നത്. ജീവിതശൈലി രോഗ ക്ലിനിക്ക്, പാലിയേറ്റീവ് ഗൃഹസന്ദർശനം, യോഗ പരിശീലനം, വിവിധ ലാബ് പരിശോധനകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നു. സംസ്ഥാന തലത്തിൽ ആദ്യമായി ആയുഷ് കായകൽപ്പ അവാർഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ
ഇടുക്കി ജില്ലയിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ആയുർവേദ മേഖലയിൽ ആലക്കോട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ജീവനക്കാർ, അതുപോലെ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ, അതുപോലെ തന്നെ HMC അംഗങ്ങൾ എല്ലാവരുടെയും സഹകരണം ഇതിന് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണിത്. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസാമോൾ ഇബ്രാഹിം, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാം വി ജോൺ, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിത ബേബി M, HMC ഭാരവാഹികൾ, ആശുപത്രി ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ പരിശ്രമവും സഹകരണവുമാണ് ഈ ഇരട്ട നേട്ടത്തിന് പിന്നിലുള്ളത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചത് ജലനിരപ്പ് 2372.58 അടി പിന്നിട്ടതോടെ ഇടുക്കി ഡാമിലെ പരമാവധി സംഭരണശേഷി 2403 അടി. മൂന്നാറിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് ഒരാൾ മരിച്ചു. കട്ടപ്പനയിൽ അനുവദിച്ച ESI ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ പുനരാരംഭിച്ചതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. 150 കോടി രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ മുൻപ് പൂർത്തീകരിച്ചിരുന്നു. വീണ്ടും ടെൻഡർ നടപടികൾ നടത്താൻ കാരണം കരാറെടുത്ത കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സ്വത്ത് തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠനെയും ഭാര്യയെയും സഹോദരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആക്രമണം നടത്തിയ ആളുടെ വീട്ടിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത തോക്ക് കണ്ടെത്തി. തോക്ക് കണ്ടെത്തിയത് സേനാപതി വട്ടപ്പാറ സ്വദേശി വലിയപറമ്പിൽ ബിനോയിയുടെ വീട്ടിൽ നിന്ന്. ഓണത്തിന് മുന്നോടിയായുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കി എക്സൈസ് വകുപ്പ്. പരിശോധന ആരംഭിച്ചിരിക്കുന്നത് കുമളി വണ്ടിപ്പെരിയാർ അതിർത്തി മേഖലയിലൂടെ അധികമായി ലഹരി പദാർത്ഥങ്ങൾ കടത്താനുള്ള സാധ്യത കണക്കിലെടുത്ത്. വീട്ടിൽ സൂക്ഷിച്ച 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.